ഹായ്, എൻ്റെ പേര് അൻസാർ. എൻ്റെ ചാനലിൻ്റെ പേരിൽ PM അൻസാർ. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OTT പ്ലാറ്റ്ഫോം. എന്താണ് OTT പ്ലാറ്റ്ഫോം, എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ, എന്തൊക്കെയാണ് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഈ OTT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OTT ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ദ ടോപ്പ് അതാണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ. ഓവർ ദ ടോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി കുറേ പ്രൊവൈഡേഴ്സ് ഉണ്ട് നമുക്ക് ഇത് കാണാൻ വേണ്ടിയിട്ട്, ഇത് നമ്മളെ ഈ TV കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ കണ്ടൻറ്റുകൾ കാണാൻ വേണ്ടിയിട്ടുണ്ട്. അതായത് സാറ്റലൈറ്റ് കൂടെ നമുക്ക് സാറ്റലൈറ്റ് ഡിഷ് വഴി നമുക്ക് കാണാം, അല്ലെങ്കിൽ ഈ ആൻറ്റിന വഴി നമുക്ക് കാണാം, അതുപോലെ കേബിൾ TV വഴി നമുക്ക് കാണാം. കുറച്ച് മുമ്പാണെങ്കിൽ നമുക്ക് DVD അല്ലെങ്കിൽ VCD അത് ത്രൂ നമുക്ക് കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയിരുന്നു. അതിൻ്റെ ഓവറായിട്ട് ഇൻ്റർനെറ്റ് ത്രൂ നമുക്ക് എങ്ങനെയാണ് ഒരു കണ്ടൻറ്റ് അല്ലെങ്കിൽ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു വെബ് സീരീസ് അല്ലെങ്കിൽ ഇതെങ്ങനെ കാണാം എന്നാണ് ശരിക്കും പറഞ്ഞാൽ OTT എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോകത്തിൽ ഇന്ത്യയിൽ നമുക്ക് ഒരിക്കലും ഇതിനെ പറയാൻ പറ്റില്ല, കാരണം ഇത് ഇൻ്റർനെറ്റിൽ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ലോകത്തിൻ്റെ കണക്ക് മാത്രമേ OTT കുറിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ. OTT ഏകദേശം ഒരു 300ഓളം OTT നല്ല പ്രൊവൈഡേഴ്സ് അല്ലെങ്കിൽ ആക്റ്റീവ് പ്രൊവൈഡേഴ്സ് ഉണ്ടെന്നുള്ളതാണ് ഞാനിപ്പോൾ നെറ്റ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഈ OTT, അതായത് നമുക്ക് എന്താണ് OTT അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ OTTയിലേക്ക് വരാമെന്നുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ OTT പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളിൽ മെയിനായിട്ട് ഇപ്പോൾ ഈ നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ആമസോൺ അല്ലെങ്കിൽ സോണി ലിവ് അല്ലെങ്കിൽ യൂട്യൂബും ഒരു ടൈപ്പ് ഓഫ് OTP ആണ്. നമുക്ക് അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാം. അപ്പോൾ ഇവർക്കൊക്കെ നമുക്ക് പറഞ്ഞാൽ നമുക്ക് ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കണം. നമ്മൾ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് അവർ നമ്മളിൽ നിന്ന് ഒരു പർട്ടിക്കുലർ എമൗണ്ട്, ഇപ്പോൾ മന്ത്ലിയോ അല്ലെങ്കിൽ ഇയർലിയോ, ഈ വീക്കിലി വളരെ കുറവാണെന്ന് തോന്നുന്നുണ്ട്, അങ്ങനെ ആയിരിക്കും അത് എടുക്കാനുണ്ടായി ഇവർ. അപ്പോൾ ആ സബ്സ്ക്രിപ്ഷൻ അനുസൃതമായിട്ട് നമുക്ക് ആ നെറ്റ്ഫ്ലിക്സിലോ അല്ലെങ്കിൽ ആമസോണിലോ ഉള്ള എല്ലാ കണ്ടൻറ്റുകളും നമുക്ക് കാണാൻ പറ്റും. അതിപ്പോൾ ഇന്ത്യയിലെ മാത്രമാവണമെന്നില്ല, മറ്റ് രാജ്യങ്ങളിലെ കണ്ടൻറ്റുകൾ നമുക്ക് കാണാൻ പറ്റും, മറ്റ് രാജ്യങ്ങളിലെ വെബ് സീരീസ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓവറോൾ ലോകത്തിലുള്ള എല്ലാ ഭാഗത്തുള്ള സിനിമകളും അല്ലെങ്കിൽ അവിടുത്തെ വെബ് സീരീസുകളും കാണാൻ പറ്റും. ഈ OTT പ്ലാറ്റ്ഫോമിൽ വരുന്ന മെയിൻ സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമകളുണ്ട്, അതിൽ വെബ് സീരീസ് ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് കോമഡീസ് ഉണ്ട്, അങ്ങനെ ഇൻ്റർവ്യൂസ് ഉണ്ട്, അങ്ങനെ പല പല സംഭവങ്ങൾ. അതായത് നമ്മളെ ശരിക്കൊരു മീഡിയ ആണ്. നമുക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ TV-ലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സിനിമ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സീരിയൽ കാണുകയാണെങ്കിൽ നമുക്ക് അത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ മൈൻഡ് മാറിയിട്ട് നമുക്ക് ഏത് വേണമെങ്കിലും അപ്പം തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് സിനിമ കാണാൻ മൂടാണ്, ഇന്ന സിനിമ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഓട്ടോമാറ്റിക് പോയിട്ട് ആ സിനിമയിൽ നമുക്ക് കാണാം. അതാണ് OTT പ്ലാറ്റ്ഫോമിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൽ OTT പ്ലാറ്റ്ഫോമിൽ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സിറ്റുവേഷൻ, അതായത് ഇപ്പോൾ കോവിഡ് അല്ലെങ്കിൽ ഇപ്പോൾ ക്വാറന്റൈൻ ആൾക്കാർ വീട്ടിലിരിക്കുന്നുണ്ട്, ഇപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു. അപ്പോൾ OTT പ്ലാറ്റ്ഫോം എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. മലയാളത്തിൽ തന്നെ 2-3 സിനിമകൾ ഓൾറെഡി അതിൽ OTT പ്ലാറ്റ്ഫോമിൽ റിലീസായി. See You Soon, അതുപോലെ മണിയറയിൽ അശോകൻ, അങ്ങനെ കുറച്ച് 2-3 സിനിമകൾ അതിൽ OTTയിൽ റിലീസായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ OTTയിൽ തന്നെ 2-3 ടൈപ്പുകളുണ്ട്, അതിൻ്റെ ബിസിനസ് 2-3 ടൈപ്പുകളുണ്ട്. അതായത് അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ അതായത് ഡയറക്റ്റ് OTT പ്രൊവൈഡേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകളുണ്ട്. അതല്ലാതെ നമ്മൾ ഓൾറെഡി ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഒരു സിനിമ എടുത്തിട്ട് അതിൻ്റെ OTT റൈറ്റ്സ്, അതായത് OTT എന്നുള്ള പ്ലാറ്റ്ഫോമിലേക്ക് വേണ്ടിയിട്ടുള്ള ലൈസൻസ് അവർ ഈ പ്രത്യേകിച്ച് ഈ നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ആമസോൺ കമ്പനികൾക്ക് വിറ്റിട്ട് അതിൻ്റെ ബാക്കിയുള്ള റൈറ്റ്സുകളൊക്കെ ഇവർ കീപ്പ് ചെയ്യും. ലൈക്ക് സാറ്റലൈറ്റ് റൈറ്റ്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റൈറ്റ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ പ്രൊഡക്ഷൻ കമ്പനിയോ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ കീപ്പ് ചെയ്യും. മറ്റേ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മൂവി അതിന് ഫുൾ പ്രൊഡക്ഷൻ നെറ്റ്ഫ്ലിക്സ് ആയിരിക്കും അല്ലെങ്കിൽ ആമസോൺ ആയിരിക്കും ചെയ്യേണ്ടത്, OTT പ്ലാറ്റ്ഫോം ആയിരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ അവർ അത് പ്രൊഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി ഏൽപ്പിച്ചിട്ട് അവർ തമ്മിൽ മ്യൂച്വൽ എഗ്രിമെൻറ്റിലെത്തും. ഇത്ര രൂപയ്ക്ക് ഞങ്ങൾ ഈ പടം ഞങ്ങൾക്ക് എടുത്തു തരാം, ഞങ്ങൾ എന്നിട്ട് അതിൻ്റെ ഫുൾ റൈറ്റ്സ് വാങ്ങിക്കും, പിന്നെ ഞങ്ങളെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഞങ്ങളെ ഇതിൽ ചെയ്യുന്നിരിക്കും. അപ്പോൾ നമുക്ക് OTT ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വേസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് അവരുടെ ആപ്ലിക്കേഷൻ ത്രൂ ആക്സസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവർ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റുകൾ ത്രൂ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പല ടൈപ്പ് ഇതുകളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് OTTനെ കുറിച്ചിട്ടുള്ള നമ്മളൊരു ബേസിക് ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഈ OTPയിൽ തന്നെ നമുക്ക് 2-3 ടൈപ്പുകളുണ്ട്, 2-3 ടൈപ്പ് ഓഫ് ഇതുകളുണ്ട്. അതായത് TVOD അല്ലെങ്കിൽ SVOD അല്ലെങ്കിൽ AVOD, അങ്ങനെ 2-3 ടൈപ്പ് ഓഫ് OTPകളുണ്ട്. അപ്പോൾ ഈ TVOD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ SVOD TVOD അല്ലെങ്കിൽ SVOD, ഇപ്പോൾ നമുക്ക് SVODനെ കുറിച്ച് സംസാരിക്കാം. ഈ SVOD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ വീഡിയോ ഓൺ ഡിമാൻഡ്. അതായത് നമ്മൾ അത് നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ആമസോൺ അങ്ങനെയുള്ള ഇതിൽ പോയിട്ട് നമ്മൾ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലുള്ള എല്ലാ കണ്ടൻറ്റുകളും കാണാൻ പറ്റും. പിന്നെ വേറെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ടി വി ഓടി എന്ന് പറഞ്ഞ സംഭവം. ടി വി ഓടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസാക്ഷണൽ വീഡിയോ ഓൺ ഡിമാൻഡ്. അതായത് നമുക്ക് ഒരു പെർട്ടിക്കുലർ വീഡിയോസിന് മാത്രമായിട്ട് നമുക്ക് കാശ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ആ വീഡിയോ മാത്രം ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ വ്യൂവർഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. അതാണ് ഈ ടി വി ഓടി എന്ന് പറഞ്ഞാൽ. അത് ലൈക്ക് ഇപ്പോൾ ഐട്യൂൺസിൽ അല്ലെങ്കിൽ ഒരു മൂവി നമ്മൾ ഡൗൺലോഡ് ചെയ്യണത് അല്ലെങ്കിൽ ഐട്യൂൺസിൽ നമ്മളൊരു ഒരു അതാണ് ഈ ടി വി ഓടിയുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. പിന്നെ എ വി ഒ ഡി എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റ് വീഡിയോ ഓൺ ഡിമാൻഡ്. അതായത് അഡ്വർടൈസ്മെൻറ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ അതാണ് യൂട്യൂബിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ. അതിലാണ് അവർ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ അവർ പറഞ്ഞ പെർട്ടിക്കുലർ എമൗണ്ട് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കണ്ടുകൊണ്ട് നമുക്ക് ആ മൂവി ആസ്വദിക്കാൻ പറ്റും. ബാക്കിയുള്ള ഈ പറഞ്ഞ ടി വി ഓടിയിലായാലും എസ് വി ഓടിയിലായാലും വേറൊരു തരത്തിൽ അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാവില്ല, ഒരു കമ്പനിയുടെ അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാവില്ല. ആ വീഡിയോയിൽ എന്തെങ്കിലും ആരെങ്കിലും അല്ലെങ്കിൽ ആ കണ്ടന്റിൽ എന്തെങ്കിലും അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടെന്നല്ലാണ്ട് ഒരു തേർഡ് പാർട്ടി അഡ്വർടൈസ്മെൻറ്റ് ഒരിക്കലും നമുക്ക് അതിൽ കാണേണ്ടി വരില്ല. ഇതാണ് ഇതിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ഈ വീഡിയോ വി ഒ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഓൺ ഡിമാൻഡിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ കേട്ട ഒരു സംഭവമാണ് ഈ സെൻസർഷിപ്പ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നോർമലി എല്ലാ ഒ ടി ടി പ്ലാറ്റ്ഫോമും അവരുടേതായ ഒരു സെൽഫ് സെൻസർഷിപ്പ് ഉണ്ട്. നമ്മൾ എന്ത് കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാലും അവരത് അതായത് നമ്മൾ അതായത് ഇപ്പോൾ ഇന്ത്യയിൽ കറൻ്റ്ലി ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക ബോഡിയാണ് ഇപ്പോൾ ഈ ഒ ടി ടി അല്ലെങ്കിൽ ഈ ഒ ടി ടിനെ സംബന്ധമായിട്ടുള്ള നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരാണ് അതിൻ്റെ ഒരു ഫിൽട്രേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. അതിനിപ്പോൾ പുതിയൊരു ബോഡി വരുന്നത് പറയേണ്ടത്. അതായത് നോർമൽ നമ്മൾ സിനിമ സെൻസർ ചെയ്യുന്ന പോലെ തന്നെ ഒ ടി ടിയിലും ഒരു പുതിയ സെൻസർഷിപ്പ് വരുന്നൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എവിടത്തോളം ആയെന്നുള്ളതിനെ കുറിച്ചിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ചിട്ട്. പിന്നെ നമുക്ക് ഒ ടി ടിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒ ടി ടി ഇപ്പോൾ കുറച്ചും കൂടി ഓപ്പൺ ആണ് നമുക്ക്. കാരണം വെച്ചാൽ സെൻസർഷിപ്പ് അത്രക്കാണ് ഡീപ്പ് അല്ലാത്തതുകൊണ്ട് ഏത് സബ്ജക്റ്റിനെ കുറിച്ചിട്ടും. കാരണം ഇപ്പം നമ്മൾ ഒരു സിനിമ തിയേറ്ററിൽ പോയിട്ട് നമ്മൾ ഒരു സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിനിമ കാണാൻ വേണ്ടിയിട്ട് 100 ആളിൽ പലതരം ആൾക്കാരുണ്ടാവും. എല്ലാവർക്കും കൂടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ പല ടൈപ്പ് ആൾക്കാരുണ്ടാവും. അവർക്ക് എല്ലാവർക്കും കൂടിയിട്ടുള്ള ഒരു സിനിമ ആയി കഴിഞ്ഞാൽ അവരെന്താണോ അപ്പം എല്ലാ ആൾക്കാരെയും കുറിച്ചുള്ള അവർക്ക് അത് വിഷമാവോ അല്ലെങ്കിൽ ഇവർക്ക് വിഷമാവോ എന്നൊരു ചിന്തിച്ചിട്ട് വേണം ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒ ടി ടി പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂസർ ഒരു മൂവി കാണാനിരുന്നു, അയാൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടില്ലെങ്കിൽ ആൾക്ക് ഓഫ് ചെയ്തിട്ട് പോവാം. സിനിമ തിയേറ്ററിൽ പോയിട്ട് ആൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ തിയേറ്റർ ഓഫ് ചെയ്യാൻ പറ്റില്ല. കാരണം കാണാൻ വേണ്ടിയിട്ട് വേറെ കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ അതൊരു ഒ ടി ടി പ്ലാറ്റ്ഫോമിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് കുറച്ചും കൂടി നമ്മളിപ്പോൾ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പറയാൻ വിട്ടുപോയതിനെ കുറിച്ചിട്ടും ഒക്കെ പല കാര്യങ്ങൾ ഇപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ കാര്യമായ ചർച്ചകൾ വരുന്നുണ്ട്. അതിനെപ്പറ്റി സംബന്ധമായിട്ടുള്ള മൂവികളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വേറെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒ ടി ടി പ്ലാറ്റ്ഫോമിന് നല്ല ഒരു ഭാവി ഇനി ഉണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ പറഞ്ഞ മാതിരി ഞാനും ഇപ്പോൾ ഒരു 1-2 വർഷമായിട്ട് ഈ വെബ് സീരീസ് കാര്യങ്ങളൊക്കെ ഒ ടി ടിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നോർമലി ഞാനിപ്പോൾ ടി വിനെ കുറ്റപ്പെടുത്തി പറയില്ല. നോർമലുള്ള ചാനലുകളിലുള്ള സീരിയലിനെക്കാട്ടി നല്ലത് ആണ് കുറച്ചുകൂടി കണ്ടന്റ് വൈസ് ആയാലും ശരി. നമ്മൾ ആ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ അത് എന്താണ് നെക്സ്റ്റ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വേ ഓഫ് മേക്കിംഗ് ഒ ടി ടിയിൽ ഇത്തിരി നല്ലതാണ്. അപ്പോൾ ഭാവിയിലേക്കുള്ള ഒരു സംഭവം തന്നെ ആയിരിക്കും ഒ ടി ടി എന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒ ടി ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ കമ്പനി അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അതൊരു നല്ലൊരു മീഡിയ ആണെന്ന് പറയാൻ പറ്റില്ല. അയാളെ കണ്ടന്റുകൾ അല്ലെങ്കിൽ അയാൾക്കൊരു ബിസിനസ് ലെവലിൽ ചിന്തിക്കുന്ന സമയത്ത് അവർക്ക് കുറച്ച് മോശമായിരിക്കും. കാരണം വെച്ചാൽ നമ്മളൊരു പടം ഒരു തിയേറ്റർ റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 കോടി രൂപയുടെ അല്ലെങ്കിൽ 3 കോടി രൂപയുടെ പടം തിയേറ്ററിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ 4 ലക്ഷം കിട്ടാം, 5 ലക്ഷം കിട്ടാം, ലക്ഷങ്ങളല്ല കോടികൾ കിട്ടാം. അങ്ങനെ ചിലപ്പോൾ 6 കോടി കിട്ടാം, 7 കോടി കിട്ടാം. പക്ഷേ ഒ ടി ടി എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊരു ഫിക്സഡ് ആണ്. അതായത് അവർ പറയുന്ന ഒരു പർട്ടിക്കുലർ എമൗണ്ടിനാണ് നമ്മൾ ആ മൂവി അവർക്ക് കൊടുക്കണം. അതിലുള്ള എല്ലാ ലാഭങ്ങളും നഷ്ടങ്ങളും ആ കമ്പനിക്ക് ആയിരിക്കും, അതായത് ഒ ടി ടി പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യണമായിരിക്കും. അപ്പോൾ അതാണ് ഒ ടി ടിയെ കുറിച്ചുള്ള ഒരു ഓവറോൾ ഐഡിയ. ചിലപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമായിരിക്കും, എന്നാലും ഞാനൊന്ന് പഠിച്ചിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, സൈൻ ഓഫ്.